ഹലോ ഫ്രണ്ട്സ്, ഐ എം ക്രേസി എർട്ട് എന്ന് ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ പലതരം ഐറ്റംസിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്സിനെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്ന ചോക്ലേറ്റ്സിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്സിനെയാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കൊച്ചുകുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു മിഠായിയാണ് കിൻഡർ ജോയ്. അതിന് കുറേ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ട്. അതിലൊന്നായ കിങ്സ് ജോയ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നമുക്കിത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കിൻഡർ ജോയ് നോക്കാം. കൊച്ചുകുട്ടികളെ ഏറെ ആകർഷിപ്പിക്കുന്ന എന്താണ് ഈ കിൻഡർ ജോയിലുള്ളത്? അത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് കിൻഡർ ജോയ് ഇഷ്ടമല്ലെന്ന്. എനിക്കും കിൻഡർ ജോയ് ഇഷ്ടമാണ് കേട്ടോ. കിൻഡർ ജോയ് 2 ടൈപ്പിലാണുള്ളത്, ബ്ലൂവും പിങ്കും. ഇതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല, ടോയ്സിലാണ് വ്യത്യാസം. ബ്ലൂ ആൺകുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടതും പിങ്ക് പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ടോയ്സുമാണ്. ഞാൻ രണ്ടും വാങ്ങിച്ചെങ്കിലും ബ്ലൂ ആണ് ആദ്യം തുറന്നു നോക്കുന്നത്. ഞാൻ ആദ്യം ടോയ് തന്നെ തുറന്നു നോക്കാം. ഇതിനോട് ഒരു സ്പൂൺ കിട്ടിയിട്ടുണ്ട്, അത് നമുക്ക് ആദ്യം എടുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പം തൂക്കെ ടോയ് തുറന്ന് നോക്കാം. എനിക്ക് തോന്നുന്നു അതൊരു റോബോട്ട് ടോയ് ആണെന്ന്. എനിക്കെന്തായാലും ആ ടോയ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി നമുക്ക് അതിനകത്തുള്ള ചോക്ലേറ്റ് നോക്കാം. 2 വലിയ ചോക്ലേറ്റ് ബോൾസും കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ക്രീംസും ആണ്. ഞാൻ സ്പൂൺ എടുത്ത് ആദ്യം തന്നെ ഒരു ചോക്ലേറ്റ് ബോളും കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടി എടുത്ത് വായിലേക്ക് ഇടുകയാണേ. എന്തൊരു ടേസ്റ്റ്, എനിക്കിഷ്ടപ്പെട്ടു. അടുത്ത് കിങ്സ് ജോയ് നമുക്ക് തുറക്കാം. അതും ഞാൻ ബ്ലൂ ആണ് കേട്ടോ തുറന്ന് നോക്കുന്നത് ആദ്യം. ദേ നമുക്കാദ്യം ടോയ് തന്നെ തുറന്ന് നോക്കാം. പൊട്ടിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര കട്ടി. നമുക്കൊരു കത്തി എടുത്ത് പയ്യെ അത് കീറാം. ദേ നമ്മൾ ഇളക്കുവാണേ. അതിൻ്റെ അകത്തുനിന്ന് ഒരു പമ്പരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അടുത്തതായി നമുക്ക് കഴിക്കാനുള്ള ചോക്ലേറ്റ്സ് നോക്കാം. പയ്യെ പൊട്ടിക്കാൻ പറ്റുന്നില്ല, കുറച്ചുകൂടെ മുറിക്കാം. എന്നിട്ട് കട്ടിയുണ്ട് ഫ്രണ്ട്സ്, പയ്യെ പൊട്ടിക്കാം. അതിനകത്ത് കുറേ ചെറിയ ബിസ്ക്കറ്റ്സും കുറച്ച് ബ്ലാക്ക് ചോക്ലേറ്റും ആണ്. ഒരു സ്പൂണും കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ്, അതുകൊണ്ട് നമുക്ക് കഴിച്ചു നോക്കാം. കുഴപ്പമില്ല. ഇതൊക്കെയാണ് ഫ്രണ്ട്സ് എനിക്ക് കിൻഡർ ജോയിന്ന് കിട്ടിയ ടോയ്സ്. ഒരു റോബോട്ടും ഒരു പൂച്ചയും. അതിൽ വ്യത്യസ്തമാണ് ഫ്രണ്ട്സ്. കിങ്സ് ജോയിൽ കിട്ടിയിരിക്കുന്നത് 2 പമ്പരം തന്നെയാണ്, അതിലൊരു വ്യത്യാസമില്ല ഫ്രണ്ട്സ്. ഇപ്പം നമ്മൾ കാണുന്ന കിൻഡർ ജോയുടെ മറ്റുള്ള ഡ്യൂപ്ലിക്കേറ്റ്സിനെയാണ്. ഇതിൻ്റെ പേര് മിസ്റ്റർ ആൻഡ് മിസ്സിസ് എഗ് എന്നാണ് ഈ കിൻഡർ ജോയുടെ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ പേര്. ഇതിൻ്റെ പേര് സ്പിന്നർ ജോയ് എന്നാണ്. അത് ഏകദേശം കിൻഡർ ജോയുടെ പേരായിട്ട് അടുത്ത് വന്നിരിക്കുന്നതാണ്. നമ്മൾ നോക്കാൻ പോകുന്നത് കിറ്റ്കാറ്റും അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയ കിറ്റ്കാറ്റുമാണ് ഫ്രണ്ട്സ്. ആദ്യമേ തന്നെ നമുക്ക് കിറ്റ്കാറ്റ് തുറന്നു നോക്കാം ഫ്രണ്ട്സ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കിറ്റ്കാറ്റാണ് ഫ്രണ്ട്സ് ആദ്യം തുറന്നു നോക്കുന്നത്. അതിൻ്റെ അകത്തൊരു കോട്ടിംഗ് ഉണ്ട്, അത് തുറക്കാം. അതിൻ്റെ അകത്ത് ഉള്ള ചോക്ലേറ്റിൽ 2 ബാർ പീസസ് ആണുള്ളത്. അത് നമുക്ക് 2ആയിട്ട് ബ്രേക്ക് ചെയ്യാം. അതിൽ ഒരു ബാർ പീസ് ഞാൻ എടുക്കുവാണേ. അത് നമുക്ക് കഴിച്ച് നോക്കാം. സൂപ്പർ, എന്താ ടേസ്റ്റ്. അടുത്ത് നമുക്ക് കിറ്റ്കാറ്റ് തുറന്നു നോക്കാം. പേര് ഏകദേശം സാമ്യമുണ്ട്, മാത്രമല്ല കളറും ഒന്നാണെന്നേ ഉള്ളൂ. ഷേപ്പ് മുതൽ മുഴുവൻ വ്യത്യാസമാണ്. കോൺ ഷേപ്പിലാണ് ഇതുള്ളത്. ഒരു കോണാണ് ഫ്രണ്ട്സ് അതിലുള്ളത്. കുറച്ച് പൊടിഞ്ഞൊക്കെ ഇരിപ്പുണ്ട്. അകത്ത് ക്രീം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. അയ്യോ, താഴെ കുറച്ച് പീസ് പോയി, സാരമില്ല. ഇതേ കുറച്ച് ക്രീം ഫില്ല് ചെയ്തിട്ടുണ്ട്. കഴിച്ചു നോക്കുവാണേ. ഫുള്ളോടെ വായിലേക്ക് ചാടി. അത്ര പോരാ. എന്തായാലും ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്ന് അറിയാനായിട്ട് നമുക്ക് നേർപകുതിയായിട്ട് മുറിച്ച് നോക്കാം. ക്രീമൊക്കെ പുറത്ത് ചാടുന്നുണ്ട്. ക്രീമും എന്തോ ബിസ്ക്കറ്റിൻ്റെ പൊടിയും കണ്ടൊക്കെയാണ്. എന്തായാലും എനിക്ക് രണ്ടും തമ്മിൽ ജഡ്ജ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല, കാരണം ഈ രണ്ടും വ്യത്യസ്തമാണ്. നമ്മൾ നോക്കാൻ പോകുന്നത് കോപ്പിക്കോയും അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റായ കോഫി കോപ്പുമാണ്. ഇത് രണ്ടും കാണാൻ ഏകദേശം ഒരുപോലെയാണ് ഇരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെയാണ് എടുക്കുന്നത്. ഇത് പൊട്ടിക്കുമ്പോഴും ഏകദേശം ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ആദ്യം ഞാൻ കോപ്പിക്കോയാണ് നിന്ന് നോക്കുന്നത്.
നല്ല ടേസ്റ്റ് ഉണ്ട്. അടുത്തായി ഞാൻ കോഫി കോപ്പാണ് തിന്ന് നോക്കുന്നത്. ഏകദേശം കോപ്പിക്കോയുടെ അടുത്ത് എത്തുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഫ്രണ്ട്സ്, അടുത്തായി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് 4 ടൈപ്പ് ഓഫ് എക്ലേഴ്സ് ആണ്. 4 വെവ്വേറെ കമ്പനികളുടെയാണ്. ആദ്യമായി ഈ 4 ടൈപ്പ് ഓഫ് എക്ലേഴ്സിൽ നിന്നും ഓരോന്നിനും കഴിച്ചു നോക്കാം. ഓരോന്നിൻ്റെയും പുറത്തുള്ള കവറ് വെവ്വേറെ കളറാണ് കേട്ടോ. ഇനി ഇത് ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ചു നോക്കാം. ആദ്യം തന്നെ യെല്ലോ കളർ കവറുള്ള എക്ലേഴ്സാണ് ഞാൻ കഴിച്ചു വെക്കാനായിട്ട് എടുക്കുന്നത്. ആദ്യം അതിൻ്റെ പുറത്തുള്ള കവർ എടുത്ത് മാറ്റാം. അതിൻ്റെ അകത്തൊരു ടാറ്റു ഉണ്ട് ഫ്രണ്ട്സ്. കുറച്ച് കാർട്ടൂൺ പടങ്ങളുള്ള ടാറ്റു ആണ് അതിൽ ലഭിച്ചത്. ഇന്ന് നമുക്ക് മുട്ടായി തിന്ന് നോക്കാം. കൊള്ളാം. കുഴപ്പമില്ല. അടുത്തായി ഞാൻ റെഡ് കളറുള്ള എക്ലേഴ്സാണ് ഫ്രണ്ട്സ് എടുക്കുന്നത്. പക്ഷേ അതിൻ്റെ പേര് ഇതിൽ എക്ലേഴ്സ് എന്നല്ല, ക്ലെയേഴ്സാണ് ഫ്രണ്ട്സ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എടുത്ത് തിന്ന് നോക്കാം. ഞാൻ തിന്നുവാണേ ഫ്രണ്ട്സ്. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫ്രണ്ട്സ്. അടുത്തായി ഞാൻ ഗോൾഡൻ കളർ കവറുള്ള എക്ലേഴ്സാണ് ഫ്രണ്ട്സ് തിന്ന് നോക്കാനായിട്ട് എടുക്കുന്നത്. ആദ്യം നമുക്ക് കവർ എടുത്ത് മാറ്റാം ഫ്രണ്ട്സ്. എന്നിട്ട് ചോക്ലേറ്റ് പതുക്കെ വായിലേക്ക് ഇടാം. കൊള്ളാം ഫ്രണ്ട്സ്. നല്ല ടേസ്റ്റുണ്ട് ഫ്രണ്ട്സ്. എനിക്കിഷ്ടപ്പെട്ടു ഫ്രണ്ട്സ് അത്. അടുത്തായി ഒന്നേ ബാക്കിയുള്ളൂ കോക്കനട്ട് ഫ്ലേവറുള്ള വൈറ്റ് കളറുള്ള എക്ലേഴ്സാണ് ഫ്രണ്ട്സ് ഞാൻ എടുക്കാൻ പോകുന്നത്. അത് പതുക്കെ നമുക്ക് ആ കവർ എടുത്ത് മാറ്റാം. എന്നിട്ട് ആ ചോക്ലേറ്റ് പതുക്കെ എടുത്ത് കഴിച്ചു നോക്കാം. കുഴപ്പമില്ല. എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട റെഡ് കളർ കവറുള്ള ക്ലെയേഴ്സ് എന്ന് പറയുന്ന ചോക്ലേറ്റാണ് ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ബൈ.